റാമ്പ് കാണാൻ നോക്കി. ഇപ്പം നമ്മുടെ ബൈക്ക് കാണാനില്ല. ഉള്ളത് ഇവിടെ പോയി. അതെ, അതിൻ്റെ അപ്പുറത്തെ ഒരു കുറ്റിക്കാട്ടിൽ പോയി കിടക്കുവാണ്. അല്ലെങ്കിൽ ഇത് ചാടണോ? അല്ലെങ്കിൽ വേണ്ട, ഈ ചാടണം. നമുക്ക് വേറെ റാമ്പ് കാണാം ഗൈസ്. നമുക്കിന്നൊരു കണ്ടന്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് വീഡിയോ എടുക്കാതിരുന്നത്. ഇത് നമുക്ക് ഒരു കണ്ടന്റും ഇല്ല, അതുകൊണ്ട് നമ്മളൊരു ബൈക്ക് എടുത്ത് നമ്മുടെ സോമനെയും കൂട്ടിക്കൊണ്ട് പോകാൻ പോവാണ് ഗൈസ്. ഞാൻ അപ്ഡേഷനെ കുറിച്ച് പറയാൻ പോവാണ്. അതിൽ അപ്ഡേഷനകത്ത് നമുക്കിപ്പം ഈ സാധാരണ ബൈക്കിനകത്തൊന്നും നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ കയറ്റാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് KTM പിന്നെ 400 കിട്ടുന്ന ബൈക്കില്ലേ, ആ ബൈക്കിൽ ആൾക്കാരെ കയറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ബൈക്കുകളിൽ കയറ്റാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ ഒരു ഇത് കാണിക്കാം. ഇത് കാറില്ല, ബൈക്കാണ്. സ്പ്ലെൻഡർ മാമനൊപ്പം ഇപ്പം ട്രെൻഡ് ഓഫ് മാമൻ അറിയത്തില്ല, മാമൻ ട്രെൻഡാണെന്ന്. ഇത് പിന്നെ ചിലർക്ക് അറിയത്തില്ല. ഞാനും ആദ്യം ഇങ്ങനെ ഇത് പിടിച്ച കിട്ടുന്നില്ല. ഞാൻ സ്പ്ലെൻഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പ്ലെൻഡർ കവാസാക്കി അതൊക്കെ. പിന്നെ ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് ഓടിച്ച ബൈക്കില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആൾക്കാരെ കയറാൻ നോക്കും. ഒരു മയിലിനെയും കാണാനില്ല ഇപ്പം ഗൈസ്. അതെ വരും അപ്പൂപ്പൻ. ഈ അപ്പൂപ്പനെ കയറ്റാൻ പറ്റത്തില്ല, അതങ്ങനെയാണ്. ഇനി നമ്മൾ എൻ്റെ അടുത്ത് കയറ്റാൻ പറ്റത്തില്ല. എൻ്റെ അനിയന് വട്ടാണ് ഗൈസ്, ഒന്നും വിചാരിക്കല്ലേ. എൻ്റെ അനിയൻ മൂഞ്ചി നാറിക്കൊണ്ടിരിക്കുക അവൻ. ഇപ്പം എൻ്റെ അകത്ത് ഇങ്ങനെ ഫോൺ അയ്യോ സോറി, അത് ദൂരമായോണ്ടാണ്. എന്താണ് അറിയട്ടെ, മുട്ടയെന്നോ? സോറി ബ്രോ. ആരിപ്പോ ഇതുണ്ട് എൻ്റെ അടുത്ത് കയറ്റി എന്ത് കറുത്ത്. എടുത്തു പോകണം ഗൈസ്. ഇവനൊക്കെ എടുത്തു വരത്തില്ലെന്ന് എനിക്കറിയാം. ഒരു ലാട്ടി ചാർജ് എടുക്കട്ടെ. ഇത് കണ്ടോ, ഈ ബൈക്കിലേ കയറത്തുള്ളൂ. അപ്പം അമ്മമാർക്കൊക്കെ കടിയാ ഗൈസ്. അപ്ഡേഷനിൽ എനിക്കൊരാഗ്രഹമുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും ഈ കാറിലും കൂടി ഈ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. നമുക്കിപ്പം സോമൻ്റെ വീട്ടിൽ പോകും. സോമനെ പിക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അറിവ് അറിയാമെങ്കിൽ സോമന് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഗൈസ്. അപ്പം അവിടെ ഭയങ്കര അലമ്പാണ്. നമ്മൾ എൻ്റെ ഗെയിമിംഗ് റൂമിലേക്ക് വന്നു. എനിക്ക് വേണ്ട ഗെയിമിംഗ് റൂം 50 രൂപ 5 പൈസ അതിൻ്റെ. അയ്യോ ഹെൽമെറ്റ് വെച്ചു. ഗുഡ് ബൈ. നമുക്കിവിടെ സോമനെ കേട്ടിട്ടൊരു തീയ സോമൻ എന്താണ്ടൊക്കെ എന്നോട് പറയണമെന്ന് പറഞ്ഞായിരുന്നു. സോമൻ്റെ വീട് ഇവിടെ എടുത്താണ്. അതേ സോമന, അതാണ് സോമൻ. ഇതാണ് ഇതല്ല സോമൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇതല്ല. സോമനാണ് അവൻ്റെ പേരും ഞാൻ മറന്നു. പുല്ല് എന്തെങ്കിലും ആയിരിക്കട്ടെ അവൻ്റെ പേര്. അവളിയൻ. പക്ഷെ എനിക്ക് അവൻ്റെ പേര് ഓർമ്മ ഉണ്ടല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെ സോമൻ കയറ്. ഓക്കെ എടാ, നീ എന്താണ് ഫോണിൽ കൂടെ പറയുന്നത് പറ്റത്തില്ല, എന്താണ് പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അല്ലയോ, അത് നമ്മുടെ സിറ്റിയിൽ റേസ് വരാണ് അല്ലയോ. എന്ത് റേസ്? റേസ് മെയിനാണ്. എന്നോട് എന്തൊക്കെ റേസ് ഉണ്ടോ സാധന? വണ്ടിക്ക് റേസ് ഉണ്ട്, കാറിന് റേസ് ഉണ്ട്, പ്ലെയിന് റേസ് ഉണ്ട്, മനുഷ്യന് റേസ് ഉണ്ട്, നിൻ്റെ വണ്ടിക്ക് വരെ റേസ് ഉണ്ട്. പിന്നെ ഏത് റേസാണ് ഞാൻ ഉദ്ദേശിച്ചത്? എടാ മെയിനെ കാർ റേസ്. എന്ത് റേസാണ് പുല്ലേ? എടാ നിന്നോട് പച്ചമലയാളത്തിലല്ലോ പറഞ്ഞ കാർ റേസ്. കാർ റേസ്. എന്ത് കാറ്? എടാ ഇത് നമ്മുടെ ലംബോർഗിനി ഫെറാറി, ഈ 2 കാറുകളല്ലേ? 100 ചാലഞ്ച് ജയിക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ടെന്നറിയുമോ? എന്താ എനിക്കറിയാമോ? അറിയാം, നിന്നോട് ഞാൻ ചോദിക്കുമായിരുന്നു അവിടെ തിരുവാസി. അത് പിന്നെ BMW എത്ര M3. എടാ സത്യത്തിൽ സത്യമാണോ? ഞാനെന്താ നിന്നോട് കള്ളം പറയണേ? അപ്പോൾ എവിടെയാ റേസ്? അത് നീ ഒരു കാർ സെറ്റാക്കളിയാ? കാറ് എൻ്റെ ഈ കാറുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ കാണിച്ചോട്ടെ. എടാ ദരിദ്രവാസി, ഞാൻ പറഞ്ഞ എന്താണ്? ഫെറാറിയും ലംബോർഗിനി ഇന്ത്യൻ ചാലഞ്ച്. നിൻ്റെ വീട്ടിലുള്ള കാർ ഏതാണ്? എൻ്റെ വീട്ടിലുള്ള ഡിഫൻഡറോ അങ്ങനെ കൊണ്ടൊരു കാർ. എനിക്ക് പേരറിയത്തില്ല. എന്നിട്ട് കിടന്ന് ഉണക്കുന്നു. എൻ്റെ മാജിക് ഫോണിൽ കൂടെ വിളിച്ചുകൂടെ? അതിന് എടാ മാജിക് ഫോൺ ഒരു ലിമിറ്റ് ഉണ്ടാ. ഒരു ദിവസം 5 കാർ എടുക്കാം, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ലിസ്റ്റുണ്ട്. ഈയിടെ ഞാൻ ഇന്ന് നമുക്കൊരു 8 കാർ എടുക്കാമായിരുന്നു, ഓരോ കാറും വെച്ച്. അപ്പം ഞാനെന്ന് മൊത്തം 8 കാറും പൊട്ടിച്ച് കളഞ്ഞു. അടിപൊളി ഓപ്പൺ. എടാ നിനക്ക് ഒരു കാറെങ്കിലും നമുക്ക് ഈ തിരുവിയിൽ നിന്നുള്ളവരെ ഇന്ന് അടിച്ച് മാറ്റിയ പോരെ? എടാ പുള്ള, ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? BMW ഫെറാറി ഇത് റേസ് എന്നല്ലേ? അതെ. അപ്പം നിൻ്റെ വീട്ടിലുള്ള കാറ് കുഴപ്പമില്ലല്ലേ? എല്ലാത്തിനും സ്റ്റോക്ക് കളഞ്ഞു. അതേടാ സ്റ്റോക്ക് കളഞ്ഞു. ഇവിടെ ലംബോർഗിനി ഓർഡറില്ല, അത് നമുക്ക് കട്ടെടുത്താലോ? അപ്പോൾ ചോദിച്ചാൽ ജയിക്കുമോ? എടാ ജയിക്കും. ഞാൻ ആരാ? നീ റോബിൻ. ഈ വാണത്തിനോടൊക്കെ ഒരു മാസം ഡെയിലി അടിക്കാനും പറ്റത്തില്ല. ഓടി പോരെ.
ഓടി പറ്റത്തില്ല. നിന്നോട് ഞാൻ എത്ര തവണ പറയണോടാ? ഇല്ല, ഇതിപ്പോൾ മൂന്നാമത്തെ തവണ കണ്ട പറയണേ. ഇതും കൂടെ കൂട്ടി കേട്ടോ. BMW ഫെറാറിയും വേണമെന്ന്. BMW എവിടെ നിന്ന് കയറി? BMW സോറി, ലംബോർഗിനി ഫെറാറിയും എൻ്റെ മണ്ടേ കയറട്ടാ. അവിടെ ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നീ എന്താ തമാശ പറയണേ? ശരി അളിയാ. ഇവിടെ നിന്ന് ഒരു ലംബോർഗിനി കിട്ടില്ലളിയാ. അല്ലല്ലോ അത് പിന്നെ എൻ്റെ പിന്നെ ഹുണ്ട എടുക്കാം. ഹുണ്ടയോ? സോറി, പേര് മാറിപ്പോയി. മറ്റേ ബ്യൂട്ടി ഏത് കാറൊക്കെ ഉണ്ട്? എത്ര കാറുണ്ട്? ബൊലേറോ ഉണ്ട്, ബെൻസ് ഉണ്ട്. അതല്ല മറ്റേ എനിക്ക് പേര് മറന്നു. എന്താ ബുഗാട്ടി. ബുഗാട്ടി അതിലെ പറഞ്ഞിരിക്കുന്നത്. ഇനി എവിടെ അറിയുമ്പോൾ പക്ഷേ ടാറ്റ എന്നെ വണ്ടി ഇടിച്ച് കേട്ടോ. നാളെ പിക്ക് ചെയ്യാൻ കേട്ടോ. എന്താ പിക്ക് ചെയ്യണം? എൻ്റെ വീട് ഇവിടെ അല്ലേ? അവിടെ നാളെ വന്ന് കാണുന്നത്. നമുക്ക് ഈ കാർ കിട്ടി. അളി ഈ കാറ് പോരെ? മതി. അവിടെ എന്നെ എടുക്കാൻ പറ്റോ? പറ. ശരി. നമുക്ക് ഈ റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗൈസ്. റേസ് ആവാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. റേസ് ഓരോ സെക്കൻഡ് ആയിട്ടുള്ളതാണ്. റേസ് കഴിച്ചിട്ട് വേണം എനിക്കൊരു ഗേൾ ഫ്രണ്ടൊക്കെ സെറ്റാക്കാൻ. ഏത് വൈബ്? കോജു വൈബ്. റേസ് ഈ റാമ്പ് തൊട്ട് ഈ റാമ്പ് വരെ അവിടെ ഒരാൾ കാണാമായിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. ഇവിടെയല്ല, അവിടെ ഇല്ലെങ്കിൽ കുറച്ച് മുമ്പിൽ അത്രേ ഉള്ളൂ. പിന്നെ കാറിലൊന്നും ഇരിക്കാൻ നോക്കണം. സ്റ്റാർട്ട് ചെയ്താൽ മതി. അതെ. എൻ്റെ അമ്മോ. മേഡം നിങ്ങൾ റേസുകാരല്ലേ? അതെ. നിങ്ങൾ ഡ്രസ് തുടങ്ങട്ടെ ഞാൻ. ശരി കിട്ടുന്നതാണ്. ഇവിടെ തുടങ്ങി പോരെ? ഓക്കെ, ഗോ. ഓക്കെ, ടൈം വെച്ചാണ് ഗൈസ്, അതുകൊണ്ടാണിത്. നമുക്ക് കാറിനൊന്നും ഇടിക്കാതെ പോകണം. ഞങ്ങൾക്ക് നമുക്ക് സെറ്റാക്കണം. ഇതൊരു തവണ ഇറങ്ങിപ്പോരെ? ഇറങ്ങിയാൽ മതിയിരിക്കും. ഒരു തവണ ഇറങ്ങാനാണ് പറഞ്ഞത്. ഇത് പോലീസ് സ്റ്റേഷൻ്റെ താഴെ കൂടെ പോയി വഴി മറന്നു പോലെ ഇതിൻ്റെ അടിയിലെത്തണം. തേജ് ബാബു. ഉയ്യോ, എൻ്റെ അമ്മോ, രക്ഷപ്പെട്ടു. ഇതൊരു പോയി. വണ്ടി പറഞ്ഞു ജസ്റ്റ് മിസ് മോനെ. നമ്മൾ ഒരു കാർ തന്നെയാണ് വന്നത്, ഒരു കാർ തന്നെയാണ് തിരിച്ചു പോനെ. അല്ലായിരുന്നു എനിക്കൊരു 103 കാർ കൊണ്ടുവരുന്നുണ്ട്. ഇടം എത്തി. അയ്യോ എൻ്റെ രക്ഷിക്കടേ, എത്തി. ഓക്കെ, എന്താ മേഡം എത്തി. ഓക്കെ എന്തി നമുക്കൊരു കാര്യം ചെയ്യാം. KTM അപ്പം നീയാണ് ജയിച്ചിരിക്കുന്നത്. നീ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയിട്ടുണ്ട്. നീ ജയിച്ചിരിക്കണം. നിനക്ക് BMW സംസാരിക്കുമ്പോൾ പുറകോട്ട് പോകണതല്ലേ? സോറി, BMW M3 കിട്ടും. ഓക്കെ, വീട്ടിൽ ചെന്ന് നോക്കി. ഓക്കെ. ഹലോ ലേഡി, പ്ലീസ് കം വിത്ത് മീ. ഇതെന്ത് ഈ ചേച്ചിയോട് വരെ വരാൻ പറഞ്ഞു? ചേച്ചി അറിയുമ്പോൾ ഒരാളോട് വരാൻ പറഞ്ഞാൽ മറ്റൊരാൾ വരും. ലേഡി, കം വിത്ത് മീ. യെസ് ബ്രോ, ഐ വിൽ കം വിത്ത് യു. ഓക്കെ, ഗെറ്റ് ഇൻ ടു മൈ ബാഗ്. ഓക്കെ, അങ്ങനെ ഒരാൾ സെറ്റായി. അപ്പം ഗൈസ്, ഇവിടുത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ വേണ്ട, ഞാനിതും കൂടി കാണിച്ചു തരാം. വീട്ടിൽ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്. അതായത് നമ്മുടെ ഗേൾ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് സെറ്റായി, ഒരു കാറ് സെറ്റ്. ഇനി നമുക്ക് ഇച്ചിരി പാട്ട് ഷോ ആവാം. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലല്ലോ, ആസാല. ഇത് അവള് ഇതെന്താ അടിയിൽ കൂടെ പോകുന്നു? ഇനി എൻ്റെ കൂടെ കാറ് വേണുണ്ടോ? ഇല്ല, എനിക്കിപ്പം വേറെ പണിയുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പം മനസ്സിട്ടു. അത് നീ അങ്ങനെ ഫോണിൻ്റെ താഴെ കൂടെ നടക്കണേ. പിന്നെ നീ ഇവിടെ കൊണ്ട് ഒരു മാജിക് ലിക്വിഡ് വെച്ചില്ലേ? അതുകൊണ്ട് അത് ശരിയാണല്ലോ. ഞാൻ മാജിക് ലിക്വിഡിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് വേറെ ഒന്നും വരെ ഞാനൊരു മാജിക് ലിക്വിഡ് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് ചോദിച്ചു. അതിൽ പിന്നെ ഞാൻ ഉപയോഗിച്ച് വാങ്ങി ആര് ചവിട്ടിയാലും മണ്ണിനടിക്കും. നമുക്ക് ഇച്ചിരി പട്ടിച്ചു പോകാം. അമ്പുള്ളിപ്പാടത്ത് തെറ്റുന്നത് ആര് മാസ് മരണ മാസ് അല്ലെങ്കിൽ വേണ്ട.
ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വെളി കയറിപ്പോയതോ ഒന്ന് പുത്രിമാരെന്ന് പറഞ്ഞ സിനിമ തോന്നുന്നു മെർസിൽ പോയി കാണാൻ കൂട്ടുകാർക്കൊക്കെ ചെയ്തു. അങ്ങനെ എനിക്കൊരു ഗേൾ ഫ്രണ്ട് സെറ്റ്. ഇനി ഇത് അമ്മയോട് പോയി പറയണം. റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ സെറ്റാൻ വേണ്ടി കൊള്ളായിരുന്നു. റിയൽ ലൈഫിൽ കാട്ടൂരി സോറി റിയൽ ലൈഫ് സിഗ്മ അങ്ങനെ എനിക്ക് ഈ സിഗ്മ ചെയ്ത് കാട്ടൂരി തരുന്ന പൊതുവരായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാവരും കാട്ടൂരി സിഗ്മ എഴുതി തറേ എൻ്റെ ബൈക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോ ആണെങ്കിൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ കൊന്നോളെ. എന്നാലും നിനക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ നിൻ്റെ മൂക്കത്ത തീർന്നു പോകണം പട്ടി. ഒരു സബ്സ്ക്രൈബർ ലൈക്കല്ലേ ചോദിക്കുന്നുള്ളൂ, നീക്കൊന്നും തരുന്നില്ലല്ലോ ദരിദ്രവാസികളെ. നിനക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മര്യാദയ്ക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലെങ്കിൽ വീട്ടിൽ കയറിയാൽ തരും. എന്നെക്കുറിച്ച് അറിയത്തോണ്ട